ശ്രീ സി കെ ശശീന്ദ്രൻ, പോളിംഗ് കണക്കുകൾ അന്തിമമായി നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും ഏറെക്കുറെ അവസാനത്തെ കണക്കുകളുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉള്ള കണക്കുകളിലേക്ക് എത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിലെ സാഹചര്യം അത് എടുത്തു പറയേണ്ടതാണ്. വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടാകും വയനാട്ടിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ കണ്ട ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള വിലയിരുത്തൽ. ചേലക്കരയിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ചെറിയ കുറവ് കാണാനാകുന്നുണ്ട് ഈ മണിക്കൂറിൽ. നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് പൊതുവിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് വേണോ വിശേഷിച്ചും വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്? വയനാട്ടിൽ ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ഷനാണിത്. അതിന് കാരണം വയനാടിനോട് രാഹുൽ ഗാന്ധിയും UDF നേതൃത്വവും കാണിച്ചിട്ടുള്ള കടുത്ത വഞ്ചനയും ഒരു ജനതയെ അപമാനിക്കുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ മാറി നിന്നിരിക്കുകയാണ്. വലിയ പ്രചരണ കോലാഹലങ്ങളായിരുന്നു വയനാട്ടിൽ സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഹോട്ടൽ വ്യവസായ ഗ്രൂപ്പായ താജ് ഹോട്ടലിൽ വന്ന് താമസിച്ച് അവരുടെ വയനാട്ടിലെ താജ് ഹോട്ടൽ വന്ന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് താമസിച്ച് വലിയ രീതിയിലുള്ള പ്രചരണ സന്നാഹങ്ങളും പണം നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ ഒഴുക്കുകയുമായിരുന്നു വയനാട്ടിൽ. ഉത്തരേന്ത്യൻ മോഡൽ തിരഞ്ഞെടുപ്പിനായിട്ട് വയനാടിനെ മാറ്റിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. ഇതൊന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് ശീലമുള്ളതല്ല, അവർക്കത് അംഗീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് 2019 ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടായിരുന്നു. 60,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പരസ്യമായി ചോദിച്ചിരുന്നു, നിങ്ങൾ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടോ? ആ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത്. 2 മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. നേരത്തെ പലരും അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മത്സരിച്ചപ്പോഴെല്ലാം ഈ 2 മണ്ഡലങ്ങളും മത്സരിക്കുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് രാജിവെക്കും എന്ന് പരസ്യമായിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഇവിടെ വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജനങ്ങളിൽ നിന്ന് അത് AICC നേതൃത്വവും രാഹുൽ ഗാന്ധിയും മറച്ചുവെച്ചു. പിന്നീട് റായ്ബറേലിയിൽ മത്സരിക്കുകയും അവിടെ ജയിച്ചപ്പോൾ വയനാടിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു സന്ദർഭത്തിൽ തനിക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ഒരു നാടിനോട് കൊടിയ വഞ്ചനയാണ് രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നത്. വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നൊരു ബോധം വല്ലാതെ ഉയർന്നു വന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. LDF ആകട്ടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തികച്ചും രാഷ്ട്രീയമായിട്ടാണ്. കുടുംബമഹിമയോ ദേശീയ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ല പറഞ്ഞിരുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടായിരുന്നു ഞങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ UDF ഇതിനൊന്നും തയ്യാറായിരുന്നേയില്ല. അവർ 7 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, 5 ലക്ഷത്തിൽ തുടങ്ങി അവസാനിക്കുമ്പോഴേക്ക് 7 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 2014 വോട്ട് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2014 9,15,006 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഏകദേശം 9 ലക്ഷത്തിലധികം വോട്ടാണ് ചെയ്തിരിക്കുന്നത്. 2014 സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വയനാട്ടിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയാൻ കാരണം കോൺഗ്രസിൻ്റെ അഹങ്കാരവും ഒരു ജനതയോടുള്ള അവഹേളനവും അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ കൂട്ടത്തോടെ പോളിംഗിൽ നിന്ന് വിട്ടുനിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. LDF ആകട്ടെ ഇത്തവണ ഞങ്ങൾ പരിശ്രമിച്ചിരുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, പൊളിറ്റിക്കൽ വോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം വലിയ പ്രചരണ സന്നാഹങ്ങളായിരുന്നു. കോടിക്കണക്കിന് ഉറുപ്പികയാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ പേരിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പേര് വെച്ചിട്ടുള്ള കിറ്റുകൾ, പിന്നെ മറ്റൊരു രീതിയിൽ വിരുന്നു സൽക്കാരങ്ങൾ, വലിയ രീതിയിലുള്ള വിരുന്നു സൽക്കാരങ്ങൾ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ വലിയ ബോർഡൊക്കെ വെച്ചുകൊണ്ടുള്ള വിരുന്നു സൽക്കാരങ്ങൾ, അതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തുള്ള ആദിവാസി ജനവിഭാഗങ്ങളെല്ലാം കൂട്ടത്തോടെ ക്ഷണിച്ചു വലിയ രീതിയിലുള്ള ഒരു വിരുന്നു സൽക്കാര ഒരു തെറ്റായ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു വികാരി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്തരം മതവികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും
സോണിയാഗാന്ധിയും അതുപോലെ തന്നെ സ്ഥല MLA എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും മറ്റു കാര്യങ്ങൾ അവിടെ പോകാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ അത് പ്രചരണ ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ, ഒരിക്കലും കേരളം അംഗീകരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവണതകൾ, പ്രചരണ തന്ത്രങ്ങൾ അവരാവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി. അവർ പറഞ്ഞിരുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആകാശത്തും LDFൻ്റെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി കടലിലും എന്ന രീതിയിലുള്ള മ്ലേച്ഛമായ പ്രചരണ തന്ത്രങ്ങളെല്ലാം അഴിച്ചുവിട്ടു. ഞങ്ങളെല്ലാം അതിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിട്ടിരുന്നത്. അതിന് ഈ തിരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആവേശം, ദേശീയ നേതാവ് എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയായിട്ട് ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് വരികയാണ്. അതൊന്നും കേരളത്തിൽ ഉണ്ടായില്ല. ഉത്തരേന്ത്യയിലെ മുഴുവൻ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ, കർണാടക ഗവൺമെന്റിലെ പല മന്ത്രിമാർ അവരെല്ലാം കേന്ദ്രീകരിച്ചു. അവർ വെറുതെ വരികയായിരുന്നില്ല.